Hi guys, my humble and honest review about ഏറ്റവും പുതിയ ദിലീപിന്റെ ചിത്രമായ ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം. അപ്പോൾ ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ യാതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഇല്ലാതെ ആരുടെയും പക്ഷം പിടിക്കാതെ ഈസ് ഇറ്റ് വർത്ത് വാച്ചിങ് ഭ ഭ ഭ. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ കണ്ടിട്ട് വന്നോളൂ. മണി ഇപ്പോൾ 2:20 മൂവി കണ്ട് സെക്കൻഡ് ഷോ കണ്ട് ഇറങ്ങിയതായിരുന്ന റിവ്യൂ ആണ് വെളുപ്പാങ്കാലത്ത്. ഓക്കെ, സോ മൂവിയുടെ ടൈറ്റിൽ പറയുമ്പോൾ തന്നെ മാസ് എന്റർടൈനർ ആണ്. മൂവി മൊത്തം അഴിഞ്ഞാട്ടമാണ്. ദിലീപ് പുള്ളിക്ക് പറയാനുള്ള ആ ഒരു അമർഷവും ഈ 8 വർഷം അനുഭവിച്ച ആ ഒരു സംഭവം എല്ലാം ഈ സിനിമയിലുള്ളിൽ പുള്ളി അത് കാണിക്കുന്നുണ്ട്. സോ ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഫുള്ള് ഒരു മാസ് എലിമെന്റ്സ് ഉള്ള സംഭവമാണ്. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഒരു പാർട്ട്, പുള്ളിയുടെ പഴയ മൂവീസൊക്കെ വെച്ചിട്ട് കുറെ സ്പൂഫിങ്, പിന്നെ പഴയ പാട്ടൊക്കെ വെച്ചിട്ട് ഇതിൽ റിയാസ് ഖാന്റെ ഒരു സീനുണ്ട് ഗൈസ്. അത് നിങ്ങൾ കാണേണ്ട ഒരു ഐറ്റം ആണ്. ഒന്നൊന്നര പാട്ടൊക്കെ, പഴയ പാട്ടൊക്കെ റീമിക്സ് ഒക്കെ ചെയ്തിട്ട് ഉള്ളൊരു സംഭവമാണ്. സോ മോഹൻലാലിന്റെ ആ ഒരു പാട്ടും റിയാസ് ഖാന്റെ പാട്ട്, പിന്നെ സലിം കുമാർ, നമ്മൾ പണ്ട് കണ്ടു മറന്ന കോമഡി സ്റ്റാർസുകൾ, പിന്നെ നമ്മൾ ഓൺലൈൻ ട്രോളിന് ഇരയായിട്ടുള്ള ഒരുപാട് എലിമെന്റ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. സോ മൊത്തത്തിലൊരു കോമഡി കം മാസ് എലിമെന്റ് ഉള്ള ഒരു കിടിലൻ മൂവിയാണ്. പക്ഷെ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഹാഫ് ഒരു 3/4%, ഫസ്റ്റ് ഹാഫും കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഡിലേ ആണ്. പിന്നെ പുള്ളി മൊത്തത്തില് എന്താ പറയാ, കുറെ വെടിയും പുകയും കണ്ടുകൊണ്ടിരുന്ന ദൈവമേ തീരുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഈ സമയമായപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വന്നായിരുന്നു. അതിലിപ്പോ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും ഇതില് ലോജിക് പരമായിട്ടുള്ള ഒന്നുമില്ല, മൊത്തം മാഡ്നസ് ആണ്. സോ ആ ഒരു മൈൻഡ് വെച്ച് കാണുന്നവർക്ക് അത് കാണാം. എങ്കിലും എൻ്റെ ഒരു നിഗമനത്തില് കുറച്ചുകൂടെയൊക്കെ സ്റ്റോറി ലൈൻ നൈസായിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെയൊക്കെ വർക്ക് ചെയ്ത് സിനിമ കുറച്ചുകൂടെ സെറ്റ് ആക്കായിരുന്നു. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് സീന് കുറെ ആവശ്യമില്ലാത്ത എലിമെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് കൊടുത്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കൊണ്ടാക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ലായിരുന്നു തോന്നുന്നു. പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഗോകുലൻ നമുക്കറിയാം, പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മൂവി. ഗോകുലം ഗോപാലൻ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവൾക്കൊപ്പം അവനൊപ്പം ആർക്കാണോ ഒപ്പം നിന്നോ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഈ കഥയിൽ എന്താണ് നടന്നതെന്നോ കേസ് എന്താണ് നടക്കുന്നതെന്നോ ഇതൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞുള്ള അറിവ് നമുക്കുള്ളൂ. ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ടില്ല. സോ ഇവരുടെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇതെല്ലാം കണ്ണടച്ച് ആൾക്കാരങ്ങ് പോവുകയാണ്. സോ നമ്മളെ ജീവിതം എൻജോയ് ചെയ്യുക, എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മാക്സിമം എൻജോയ് ചെയ്ത് വിടുക, ആരുടെയും പക്ഷപാതം പിടിക്കാണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങളൊരു എന്താ പറയാ, കുറെ നാൾക്ക് ശേഷം ഒരു മാസ് എന്റർടൈനർ കോമഡി കം സംഭവം, തീരെ ഇതുമല്ല എങ്കിലും കുറെ തറച്ചളികളും ഉണ്ട്. എല്ലാം കൂടെ ഒന്ന് ചിരിച്ച്, എൻ്റെ ഹാഫ് മൂവിയുടെ പകുതി കഴിയും വരെ എൻ്റെ ഈ മുഖം ഇവിടെ നല്ല വേനെടുത്തു. കാരണം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അത്രയ്ക്കും ചിരിക്കാനുള്ള ഒരു സംഭവമൊക്കെ അതിൽ ആദ്യമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്, ഒരു സീരിയസ് എലിമെന്റ്സ് ഒന്നും ഇല്ലാതെ. സോ അങ്ങനെ താല്പര്യമുള്ള ഓഡിയൻസിന് അത് വാച്ച് ചെയ്യാം. സോ താങ്ക് യു ഫോർ ഹിയറിംഗ് മൈ റിവ്യൂ.